ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായല്ലേ പൂച്ചക്കുട്ടികളെയൊക്കെ കണ്ടിട്ട്. എന്നാൽ പിന്നെ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയി കളയാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. രാവിലെ ഞാൻ ഓരോരോ പണികളൊക്കെ ചെയ്ത് വന്നിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര അടിയും ബഹളവും കളിയും എന്തൊക്കെയോ നടക്കുന്നു. എങ്കിൽ പിന്നെ അതങ്ങോട്ട് വീഡിയോ ആക്കി കളയാം എന്ന് വിചാരിച്ച് ഞാൻ ഫോണും എടുത്തുകൊണ്ട് വന്ന് വീഡിയോ പിടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഒരറ്റത്ത് തുമ്പു ഇരിക്കുന്നു, ഒരിടത്ത് കൃറ്റി കിടക്കുന്നു. കുഞ്ഞുവാവ ഇവിടെ ഭയങ്കര കുരുത്തക്കേടാണ്. കുറേ നേരമായി കുഞ്ഞുവാവയുടെ കുരുത്തക്കേട് തുടങ്ങിയിട്ടെ. കൃറ്റി കുറേ നേരമായി കാണുന്നു, ക്ഷമിക്കുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും കുഞ്ഞാവ കേൾക്കുന്നില്ല. അതാ ഒടുക്കം പിടിച്ചിട്ട് തല്ലുക. കുഞ്ഞിക്കൃറ്റിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അവിടെ നമ്മൾ രക്ഷപ്പെട്ട് ഓടി. പിന്നെ അമ്മയും മോളും ഒരേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവളെ കുഞ്ഞിക്കൃറ്റി എന്ന് വിളിക്കുന്നത്. എന്നതാ കുരുത്തക്കേട, അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മകളെ ശകാരിക്കുവാണ് അമ്മ. ഒരു രക്ഷയില്ല. അമ്മയോട് പിണങ്ങിയെന്ന് തോന്നുന്നു. ഈ നിഴല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലോട്ട് നോക്കിയിരിക്കുക. അമ്മ അവിടെ കിടന്നൊന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. കുഞ്ഞാവയാണെങ്കിൽ ഇവിടെ വന്ന് ഇരിപ്പുമായി. അമ്മയോട് പിണക്ക. അങ്ങനെ കുഞ്ഞിക്കൃറ്റി അമ്മയോട് പിണങ്ങി ഇവിടെ ഇരിക്കുന്നുണ്ടേ. തുമ്പുവാണെങ്കിൽ ആ തക്കം നോക്കി ഓടി രക്ഷപ്പെട്ട്. അമ്മയ്ക്കുള്ള വാലിനിട്ട് 2 മാന്ത് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അത് പിടിച്ചു നിർത്താൻ നോക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. തുമ്പു അവിടുത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുവാണേ. ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്നും പറഞ്ഞിട്ടാണ് കിടപ്പ്. അയ്യോ, ഞാനതുവഴി പോയിട്ട് പോലും ഇല്ല. പാവം, ഇത്രയും പാവം കുഞ്ഞ് വേറെയുണ്ടോ? ഇവൻ എപ്പോഴും ഈ പൂച്ചക്കുഞ്ഞുങ്ങളോട് കളിച്ചുകൊണ്ടിരിക്കും. അടിയും ബഹളമൊക്കെ ഇവരുണ്ടാക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, തുമ്പ് ഒന്നും അറിയാത്ത മണ്ടിനോടെ മാറി അയ്യോ ഞാൻ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നേന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പം അടുത്ത ആളും കൂടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാ കിറ്റമ്മ കണ്ട, അടങ്ങിയിരിക്കാൻ കിറ്റി പറഞ്ഞു. കേൾക്കുന്നില്ല. പില്ലോടെ മുകളിൽ കൂടെ കയറി ഉരുണ്ടു മറിഞ്ഞ് ഭയങ്കര പണിയാണ്. അമ്മയുടെ വാലാണ് ലക്ഷ്യം. ഇതിങ്ങ് പറിച്ചെടുക്കാനാണ് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു രക്ഷയുമില്ല. തുമ്പ് ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ഒന്ന് കയറി ഇടപെട്ടാലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്തായാലും കട്ടിലിനടിയിലേക്ക് അങ്ങ് പോയി. ഇവിടെ കുഞ്ഞിക്കിറ്റി ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത കുരുത്തക്കേട് എന്താണെന്നാണ്. അടുത്തയാളിങ്ങ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതാ വന്നു കഴിഞ്ഞ്. അപ്പം അവളെ താഴോട്ടിറങ്ങിയപ്പോൾ അവളെക്കൊണ്ട് തല്ലും ബഹളോ. എങ്ങനെയെങ്കിലും ഈ താഴെ കിടക്കുന്നയാളെ കിള്ളി മേളിൽ കൊണ്ടുപോയിട്ട് വേണം ഇനി അടുത്ത വഴക്കുണ്ടാക്കാൻ. അതിനാണ് സഹായിക്കാനായിട്ട് വന്നേക്കുന്നത്. കണ്ട കണ്ട കണ്ട, ഉരുട്ടി മേളിൽ കയറ്റി കൊണ്ടുപോയി അടിയാണ്. അടി പിടിച്ചിട്ടടി. ഈ നാടൻ തല്ലെന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അമ്മ ഇതെല്ലാം നോക്കി കണ്ട് കിടക്കുന്നുണ്ട്. അമ്മ കുറേയൊക്കെ പറഞ്ഞു അടങ്ങിയിരിക്കും മക്കളെന്ന്. ഒരു രക്ഷയുമില്ല മക്കളെ കൊണ്ട്. മൂന്നാമതൊരാൾ കൂടിയുണ്ട് കേട്ടോ. അത് ഉറങ്ങുക. എന്തേ, തുമ്പ് കൂടി ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരു കുറവ് വേണ്ട, ഞാനും കൂടെ വന്നേക്കാമെന്ന് പറഞ്ഞ് തുമ്പു വന്നു. തുമ്പും കൃറ്റിയും ഭയങ്കര കുളിയാണ്. ഈ പിള്ളേരാണെങ്കിൽ കെട്ടിപ്പിടിച്ച് മറിഞ്ഞ് അടിച്ച് കടിക്കുന്നു. എന്തൊക്കെയാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അപ്പോഴാണ് ഈ തുമ്പൂൻ്റെ അടുത്തോട്ട് കളിക്കാൻ വന്ന്. തുമ്പു അടങ്ങിയിരിക്കുമോ? അവൻ കുരുത്തക്കേടിൻ്റെ കൂടാണ് അവന്. പക്ഷെ അവന് നമ്മൾ കാണുമ്പോൾ അവന് ഒന്നും അറിയാത്ത മട്ടിന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മുടെ കണ്ണ് തെറ്റിയെന്ന് കണ്ടാൽ അവൻ കുരുത്തക്കേട് കാണിക്കും കേട്ടോ. നോക്കുവാണ് അങ്ങോട്ട്, അവിടെ എന്നാ സംഭവമെന്ന്. അപ്പോഴേക്കും കിറ്റിക്കുഞ്ഞ് ഇനി അവളോടാണ് വഴക്ക്. ഭയങ്കരമായിട്ട് കടിക്കുവോ ഒക്കെ ചെയ്യുന്നു.
ഇതുങ്ങൾ മാമൻ ചുമ്മാ ഇരുന്നാലും ചെന്ന് മാന്തി വഴക്കുണ്ടാക്കുവേ. ആഹാ, നീ എൻ്റെ മക്കളെ തല്ലാറായോടാ ചോദിച്ച് വൃത്തി ഒന്ന് പെരുമാറി വിട്ട് കണ്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കുഞ്ഞുമാവ താഴെ ഇറങ്ങി കിടക്കുക. ആ, ഇനി അടുത്തയാളെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകണം അടുത്ത തല്ലുണ്ടാക്കണമെങ്കിൽ. കൃത്യനെ തല്ലിന്ന് ഇനി ഞാനൊന്നും വരുന്നില്ല, എനിക്ക് തല്ല് കൊള്ളാൻ വയ്യെന്നും പറഞ്ഞ് തുമ്പുതാ ഇവിടെ വന്നിങ്ങനെ കിടപ്പായി. ഇവിടെ തല്ലിനൊരു കുറവുമില്ല കേട്ടോ. ഓ, ഇതെന്താണ് ഉദ്ദേശമെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരു നിമിഷം അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല കേട്ടോ. ഈ കുരുത്തക്കേടിൻ്റെ കൂടാണെന്നൊക്കെ പറയുകയല്ലേ, അതേപോലെയാണ്. ഇനി ഒരു കുഞ്ഞുള്ള അതൊരു പാവമാണ്. ആ, ദേ തുമ്പ് വന്നു. ഒത്തിരി വഴക്കിനൊന്നുമില്ല, ഒത്തിരി വഴക്കുണ്ടാക്കിയാൽ കൃത്യം നല്ല തല്ല് വെച്ച് കൊടുക്കും. അതുകൊണ്ട് തുമ്പ് നാട് വിട്ടു. കുഞ്ഞാവുകൾ രണ്ടും കൂടെ അടുത്ത ബഹളം ഇവിടെയാണ്. അവിടെ ഇട്ടുകൊണ്ട് തല്ല് കൊടുക്കുന്നു, വലിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. രക്ഷിക്കാനൊന്നുമല്ല, ശിക്ഷിക്കാൻ തന്നെ കൊണ്ടുപോയതാണ്. ഇത് കണ്ടോ, ഇത് തല്ലുകൂടാൻ പഠിപ്പിക്കുന്നതാണോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അമ്മ ഇവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. ഉണ്ടോ, അയ്യോ ചേച്ചി എന്നെ തല്ലല്ലേ എന്ന്. ചേച്ചി വെറുതെ വിടുവോ? ഇത് ചാടി മറിഞ്ഞ് ഇതിപ്പോൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന സ്റ്റണ്ട് കണക്കാണ്. അങ്ങോട്ടൊന്ന് മറിഞ്ഞു വീഴുന്നു, അവിടെ എഴുന്നേറ്റ് വരുന്നു, വീണ്ടും തല്ല് കൂടുന്നു. ഇനിയിപ്പം ഒളിക്കാൻ പോയി, തലയണയ്ക്കടിയിൽ ഒളിക്കാൻ പോയി. നീ അങ്ങനെ ഒളിക്കേണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് അവനെ വലിച്ചു കൊണ്ടുവന്നതേ പുറത്തേക്ക് ഇടുന്നു കണ്ട. എന്നാൽ പിന്നെ ഞാനിനി അങ്ങോട്ടൊന്ന് കയറിയാലോ? എന്താണ്ട കയറി പോകണം. അപ്പോൾ ഇവിളി ചെന്ന് പൊക്കിക്കൊണ്ട് വരും. അവളെയും പോയി പൊക്കിക്കൊണ്ട് വന്നിട്ട് അവൻ മുകളിൽ കയറി. ആ പുറകെ അവളും പോയി. എല്ലാം കണ്ട് മടുത്ത് കിടക്കുവാണ് അമ്മ. എനിക്ക് നിങ്ങളുടെ പുറകെ വടിയായിട്ടൊന്നും വരാൻ നേരമില്ല, നിങ്ങൾ എന്നാണെന്നാ ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് അമ്മയുടെ കിടപ്പ്. പിള്ളേരെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതുണ്ടോ എന്നാ കുരുത്തക്കേടാ. ഈ പരിപാടി ഒരു 10 മണി വരെയും കാണും കേട്ടോ. ഈ വഴക്കും എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഒരൊറ്റ ഉറക്കം. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിയാതെ ആൾക്കാർ എഴുന്നേൽക്കില്ല. കണ്ടോ, കുഞ്ഞുമാവ് അവിടെ നിന്ന് നോക്കിയപ്പോൾ അമ്മ എവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ ഒന്ന് ഓടി വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ അതിനകത്ത് കുഞ്ഞുമാവ് കയറിയിരിക്കുന്നു. പിന്നെ വെറുതെ വിട്ടാൽ കൊള്ളാവോ? അടുത്ത വഴക്ക്. അമ്മയുടെ മുന്നിൽ പോയി കിടന്നിട്ടാണ് അടുത്ത വഴക്ക്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രപഞ്ചം. കളികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചില സമയം പിടിച്ചിട്ട് നല്ല പൊട്ടിയിട്ട് കൊടുക്കാനും തോന്നും. കേട്ടോ, കുഞ്ഞാവ കിടന്നുറങ്ങുവാണേ. അപ്പോൾ ഈ കുസൃതി കുടികളുടെ വികൃതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. എന്നിട്ട് വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് പറ്റുന്നത് പോലെയൊക്കെ കാണാൻ ശ്രമിക്കണേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടാണ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോസിൽ ഇടയ്ക്കൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്. കാരണം വീട് റോഡിന് സൈഡിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റർബൻസ് വരുന്നത്. അമ്മയാണെങ്കിൽ മക്കളെ നോക്കി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. പക്ഷെ ഒരു കള്ളയുറക്കമാണെന്ന് തോന്നുന്നു, വാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളാണെങ്കിൽ ഇതിനകത്തോടെ എല്ലാം കയറി നടന്ന് വീണ്ടും ഓട്ടവും ചാട്ടവും കളികളും ഒക്കെ ആയിട്ടങ്ങ് നടക്കുന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ ഇവരുടെ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ഒരിക്കലും ഇല്ലാത്ത ഭയങ്കര കളികളാണ് കണ്ടോ. ചിലപ്പോൾ ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് മുയലോടുന്നത് പോലെ ഒരൊറ്റ ഓട്ടം. ഇനിയിപ്പോൾ കുഞ്ഞുമാവേനെ കണ്ടില്ല, അവൻ എവിടെയാണെന്നാണ് ഈ നോക്കുന്നത്. അവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞായറാഴ്ചയിൽ ഇവരുടെ വികൃതികൾ. ഭയങ്കരമായിട്ട് ഇന്ന് കളിച്ചും മറിഞ്ഞും മടുത്ത് നിൽക്കുവാണ്. ഇനി കളിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല, എങ്കിൽ പോലും അടങ്ങിയിരിക്കാനൊട്ട് പറ്റത്തുമില്ല. അതെ, തുമ്പ് പറ്റിയിട്ടുണ്ട് കേട്ടോ. തുമ്പാണെങ്കിൽ ഒരു സൈഡ് പറ്റി കിടക്കുക, കാരണം ക്രിറ്റിയുടെ തല്ല് കിട്ടിയല്ലോ. അതുകൊണ്ട് അവനൊന്ന് ഒതുങ്ങി മാറിയാണ് കിടക്കുന്നത്. കുഞ്ഞുമാവകളൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് മടുത്ത് ഒരാൾ പാല് കുടിച്ച് ഉറങ്ങിപ്പോയി. അടുത്തയാളാണെങ്കിൽ അവിടെ വന്നിരുന്ന് കുളിക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു ഉറക്കത്തിനുള്ള സമയമായി കേട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങി എപ്പോഴെങ്കിലും എഴുന്നേക്കത്തില്ല, ഒരു 2 മണിയൊക്കെ കഴിയും. ഇതാ ഇവിടെ മാറി വന്നിരിക്കുവാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇവരുടെ കുസൃതികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യാത്രാ വീഡിയോകളും കുക്കിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതാ എല്ലാവരുടെയും കളികളൊക്കെ കഴിഞ്ഞു. കുഞ്ഞുവാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും പാല് കുടിക്കുവാണ്. അമ്മ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ അംഗം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതാ തുമ്പുകൂട്ടന് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാവേ. ബൈ.